എടാ വ്യാളികളെ, നിന്റെയൊക്കെ കോത്താഴത്ത ട്രോൾസൻസിൽ പറയുകയാണെങ്കിൽ 40ാമത്തെ വയസ്സിൽ കോമാളി കപ്പടിച്ചു. കോമാളി വീണ്ടും കപ്പടിച്ചിട്ടുണ്ട്. കളർ ടി വി ഇല്ലാത്ത കാലം തൊട്ട് ലെഗസിയും കപ്പുള്ള ടീമിന്റെ കൂടെ നിന്നിട്ടല്ല ഇങ്ങനെ കപ്പടിച്ചത്. ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് പോർച്ചുഗൽ കായിക ഫുട്ബോൾ ഭൂപടത്തിൽ ഒരു കോപ്പും അല്ലായിരുന്നു. അങ്ങേര് വരുന്നതിന് മുമ്പ് ഒരു തവണ പോലും ഫൈനൽ കളിച്ചിട്ടില്ലാത്ത ടീമിനെ 4 തവണ ഫൈനൽ കളിപ്പിക്കുകയും അതിൽ 3 ചാമ്പ്യന്മാരാകുകയും അതിൽ 3 ടോപ്പ് സ്കോറർ ആവുകയും ചെയ്ത ഇങ്ങേരുടെ ലെഗസി ഉണ്ടാക്കാൻ ഒരുത്തനും ഇതുവരെ പറ്റിയിട്ടില്ല, ഇനിയൊട്ടും പറ്റത്തുമില്ല. ഗോൾ ഡിബേറ്റിൽ ലോകകപ്പിന്റെ അണ്ടി കിണ്ടി എന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഉണ്ട്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രൈം ടൈമിൽ പോർച്ചുഗലിന് ഇത്രയും താരസമ്പന്നമായിട്ടുള്ള ഒരു സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ 2010-ലോ 2014-ലോ ആണ് കപ്പ് തൂക്കിയത്. അത് വിട്, ക്രിസ്ത്യാനോ റൊണാൾഡോ കായിക രംഗത്തേക്ക്, അതായത് പോർച്ചുഗൽ നാഷണൽ ടീമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. ആ ഒരു ടീമിനൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിന് വേണ്ടി ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്ന ആദ്യത്തെ യൂറോ കപ്പിൽ ഗ്രീസിനോടൊപ്പം ഫൈനൽ കളിച്ച് പരാജയപ്പെട്ട പോർച്ചുഗലിന് ഓർമ്മയുണ്ടല്ലോ. ഫൈനലിൽ എത്തിക്കാൻ ടീമിനെ കഴിഞ്ഞു. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അരങ്ങേറ്റ സീസണിൽ തന്നെ പോർച്ചുഗലിന്റെ സുവർണ്ണകാലം തുടങ്ങിയെന്ന് പറയാം. പക്ഷേ കളർ ടി വി ഇല്ലാത്ത കാലം തൊട്ട് കപ്പടിക്കുന്ന ടീമിന് നല്ല ലെഗസി, അതായത് ലെഗസി ഇവിടെ നിന്ന് ഉണ്ടാക്കിയവനാണ്. ഈ ലെഗസി അദ്ദേഹത്തിന്റെ മണ്ണിലും ചോരയിലും ബിൽഡ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. അത് ചില കോമാളികൾക്ക് മനസ്സിലാവാതെ 40ാമത്തെ വയസ്സിൽ കോമാളി കപ്പടിച്ചു എന്നൊക്കെ കരയാനേ നിനക്ക് പറ്റൂ. അതിനപ്പുറത്തേക്ക് ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ അണ്ണനെ മുകളിൽ തള്ളി കയറ്റി വെച്ച ജമാലു മെൻഡിസിന്റെ പോക്കറ്റിൽ കടന്ന ഇളകുമാണ്. എടാ 40 വയസ്സായി. ദ റൈറ്റ് മാൻ അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദിസ് ഏജ്. ഹീസ് ഏജിങ് ലൈക്ക് എ വൈൻ. സത്യം, ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ഫോമിന്റെ 7 അയലത്തില്ല എന്നുള്ളത് സത്യമാണ്. പ്രൈം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിഴല് പോലും അല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ. പക്ഷേ അങ്ങേര് ടീമിന്റെ ഒപ്പം ഉണ്ടെങ്കിൽ അതൊരു കോൺഫിഡൻസ് തന്നെയാണ്. എടോ, ആ ജരാനരകൾ ബാധിച്ച തന്ത്രങ്ങൾ തേഞ്ഞു തുടങ്ങിയ ഔട്ട്ഡേറ്റഡ് സാന്റോസ് എന്ന് പറയുന്ന പരനാറി കഴിഞ്ഞ വേൾഡ് കപ്പിൽ അണ്ണനോട് ഈ തോന്നിവാസം കാണിച്ചില്ലായിരുന്നെങ്കിൽ ആ പരനാറി പടിയിറങ്ങി, പുതിയ കോച്ച് വന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പഴയ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ടീമിൽ കിട്ടാൻ തുടങ്ങി. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പെനാൽറ്റി സ്പോട്ട് കിക്കിന് മുന്നേ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഒരു രംഗം. ആ സമയത്ത് പോർച്ചുഗീസ് ടീം അംഗങ്ങളുടെ മുഖം, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ വരവേക്കാൻ അയാൾക്ക് വേണ്ടി സ്പേസിനായി ഒഴിഞ്ഞു കൊടുത്ത ആ ഒരു രംഗം കണ്ടാൽ മാത്രം മതി പോർച്ചുഗലിന് അയാൾ ആരാണെന്നറിയാൻ. പിന്നെ സാന്റോസ് മാറി ആയിരുന്നെങ്കിൽ അങ്ങയുടെ ജട പിടിച്ച പെപ്പിന്റെ മോൻ ക്യാൻസലോയെ കൊണ്ടുവന്ന് ലെഫ്റ്റ് ബാക്കി കളിപ്പിക്കാൻ നിന്നേനെ. മെൻഡസിനെ കളിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ അവിടെ ക്യാൻസലോ ആണ് കളിക്കുന്നതെങ്കിൽ 90 മിനിറ്റിന് മുമ്പേ തന്നെ സ്പെയിൻ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിച്ച് 3 ഗോൾ അടിച്ച് 90 മിനിറ്റിന് മുമ്പേ കളി സീൽ ചെയ്തേനെ. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല. ദ മാൻ മിത്സ്. അസ്തമയത്തിന് ശേഷം ഒരു ഉദയം ഇല്ലാതിരിക്കണമെങ്കിൽ അത് സൂര്യൻ അല്ലാതിരിക്കണം, അത് ക്രിസ്ത്യാനോ അല്ലാതിരിക്കണം. കാരണം ദാരിദ്ര്യത്തിന്റെ ചട്ടിയിൽ നിന്നും സ്വന്തം ചങ്കൂറ്റം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും എന്തും എത്തിപ്പിടിച്ചവൻ ഒരിക്കലും അപൂർണനായി ഒന്നും അവസാനിപ്പിക്കുകയില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എഗെയിൻ പ്രൂവ്ഡ് ഹി ഈസ് ഏജിങ് ലൈക്ക് എ വൈൻ. ഇതൊക്കെ ഞാൻ താളത്തിന് പറയുന്നതാണ്. പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങേരൊരു ഇതിഹാസം തന്നെയാണ്. കളർ ടി വി ഇല്ലാത്ത കാലം തൊട്ട് കപ്പടിക്കുന്ന ടീമിന്റെ ലെഗസിയും മേനി പറഞ്ഞ തഴമ്പും കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് ഒരു ഐഡന്റിറ്റി പോലും ഇല്ലാതിരുന്ന പോർച്ചുഗൽ ഐഡന്റിറ്റി ഇല്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ടും വില കുറച്ച് കളയുന്നില്ല. യൂസേബി ഉണ്ടായിരുന്നു, യൂസേബിയെ പോലെ റോയെ പോലെയുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു, ഫിഗോ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അവർക്കൊന്നും കഴിയാത്തത് ആ മനുഷ്യന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കൂടി എടുത്തു പറയണം. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ ടീമിനോടൊപ്പം വന്നതിന് ശേഷമാണ് അവർ ആദ്യമായിട്ടൊരു ഫൈനൽ കളിക്കുന്നത്. ഫൈനലിന്റെ കാര്യം വിട്ടേക്ക്, ക്രിസ്ത്യാനോ റൊണാൾഡോ വരുന്നതിന് മുമ്പ് വരെ ഫൈനൽ കളി കണ്ടിട്ടില്ലാത്ത, സെമി പോലും കളി കണ്ടിട്ടില്ലാത്ത ഒരു ടീമിനെ കൊണ്ട് പിന്നീട് 4 ഫൈനൽ കളിപ്പിക്കുകയും അതിൽ 3 കപ്പടിക്കുകയും 3 ടോപ്പ് സ്കോറർ ആവുകയും ചെയ്ത ലെഗസിക്ക് മേലെ കയറ്റി വെക്കാൻ ഒരെണ്ണം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നീയൊക്കെ. അന്ന് നമുക്ക് ഈ ഗോൾ ഡിബേറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേൾഡ് കപ്പിന്റെ കാര്യം പറയാനാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പം അയാളുടെ പ്രൈം ഫോമിന്റെ നിഴൽ പോലും അല്ല എന്നുള്ള വസ്തുത ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ 2010-14 വേൾഡ് കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സ്ട്രെങ്ത് ഉള്ള സ്കോഡിന്റെ പകുതിയെങ്കിലും അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അണ്ണൻ വേൾഡ് കപ്പ് പോർച്ചുഗലിൽ നേടിക്കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെയൊക്കെ മെസ്സിയുടെ തലതൊട്ടപ്പനായ മറഡോണ അന്ന് പറയുന്നത് ഞങ്ങൾക്ക് മെസ്സിയെ അല്ല ആവശ്യം, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു ക്യാപ്റ്റനെയാണ്. അവനെപ്പോലെ ഒരു ക്യാപ്റ്റൻ കൂടെ ഉണ്ടെങ്കിൽ അർജന്റീന പലതവണ കപ്പടിക്കുമായിരുന്നു എന്ന് നീയൊക്കെ ഇന്ന് പൊക്കിക്കൊണ്ട് നടക്കുന്നവന്റെ തന്തയായ മറഡോണ പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയോ. പിന്നെ ഈ സമയത്ത് മെസ്സി എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെസ്സി ലെജൻഡൊക്കെ തന്നെയാണ്, ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല. മെസ്സി നല്ല ഫുട്ബോൾ പ്ലെയർ ആണ്. പക്ഷേ അണ്ണൻ്റെ ഫാൻസിൻ്റെ ചില കൊണയുണ്ടല്ലോ, അണ്ണനെ കോമാളി എന്ന് വിളിച്ചിട്ട് ആ കോമാളി താണ്ട കപ്പടിച്ച് വെച്ചിട്ടുണ്ട്. വന്ന് കണ്ടിട്ട് പോകും, ഇതിന് മേലെ വെക്കാൻ പറ്റുന്ന ലെഗസി കൊണ്ടുപോവാ എന്നിട്ടുണ്ടാക്ക്. കാരണം ഉണ്ടാക്കി വെച്ച ലെഗസിയുടെ മുകളിൽ കിടന്ന് പൊളയ്ക്കാൻ ഇത് നാരയ്ക്കും പറ്റും. പക്ഷേ ബെഡ്റോക്ക് തൊട്ടിട്ട് വരണമെങ്കിൽ അത് ഇതിഹാസങ്ങൾക്കേ പറ്റത്തുള്ളൂ. ആ ഒരു ഗണത്തിൽ ഈ യുഗത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലാതെ വേറെ ഒരുത്തനെ വെട്ടി വെക്കാൻ പറ്റത്തില്ല. കാരണം പോർച്ചുഗലിന് വേണ്ടിയിട്ട് മൂലക്കല്ല് വെട്ടി ഫൗണ്ടേഷൻ കോർണർ സ്റ്റോൺ ഇട്ട് കപ്പടിച്ചത് റൊണാൾഡോയാണ്. ഇവിടെ 40 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ ആ വേൾഡ് കപ്പും കൂടെ കാണും തൂക്കി കഴിഞ്ഞാൽ നിനക്കൊക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റൂ. അതുകൊണ്ട്
അന്ധഭയം വേണം. ക്രിസ്ത്യാനോ റൊണാൾഡോ തീർന്നിട്ടില്ല. വേണമെങ്കിൽ അങ്ങേർക്ക് ഒരു വേൾഡ് കപ്പ് എടുക്കാനും കൂടെയുള്ള ബാല്യം 40-ാമത്തെ വയസ്സിലും അങ്ങേർക്കുണ്ട്. 42-ാമത്തെ വയസ്സിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ഒരു വേൾഡ് കപ്പ് എടുത്താലുള്ള അവസ്ഥ